ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത് ഒരുപാട് കലാകാരികളെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അവരുടെ സംസാരം കേട്ടിട്ടുണ്ട്, അവരുടെ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ ശബ്ദം കൊണ്ട് ഒരു വിപ്ലവം തന്നെ തീർത്ത ഒരു ഗായികയാണ് ഇന്ന് ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഒരു വിപ്ലവ ഗായിക എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ദി വൺ ആൻഡ് ഓൺലി രശ്മി സതീഷ്. അമ്മേ നമ്മടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന് നമ്മുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ ചേച്ചി. താങ്ക് യു. എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ലൊക്കേഷൻ? അടിപൊളിയായിട്ട്. ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം ശ്രദ്ധ മുഴുവൻ ഈ ലൊക്കേഷനിലാണ്. ഇന്റർവ്യൂലായിരിക്കും വന്നപ്പോ തൊട്ട് അവിടെ എരണ്ട പരുന്ത് ചേച്ചി ഇവിടെ ലയിച്ചിരിക്കുക. അപ്പൊ അതുപോലെ ലയിച്ച് പാട്ടും എല്ലാം ആയിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ മുൻപോട്ട് കൊണ്ടുപോകാം. ചേച്ചി പറ, ചേച്ചിയുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞു, എങ്ങനെയായിരുന്നു? സിനിമാ പാട്ട് മാത്രമാണ് കേട്ടിട്ടുള്ളത്. പിന്നെ നാട്ടിലിപ്പോൾ അടുത്ത അമ്പലത്തിലെ ഉത്സവത്തിനായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഗാനമേള പോലത്തെ സാധനം, റേഡിയോയിൽ കേൾക്കുന്ന പാട്ടൊക്കെ തന്നെയാണ് എൻ്റെയും ആദ്യ പാഠങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പാടുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പം അച്ഛനും നന്നായിട്ട് പാടുമായിരുന്നു. പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു, പാടുമായിരുന്നു. അപ്പം പാടും തോന്നിയോണ്ടാവാം പാട്ട് പഠിക്കാനായിട്ട് കൊണ്ടാക്കിയ. എത്രാം ക്ലാസ്സിലെ? വളരെ ചെറിയ ക്ലാസ്സിലെങ്ങാണ്ടാണ്, 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു. 5ലും 6ലും അല്ല, അതിന് മുമ്പേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അവിടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ദൂരം, 1-2 കിലോമീറ്ററിനകത്തുള്ളൊരു സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിന്നൊരു മുത്തയ്യ ഭാഗവതർ ഒരു പാട്ട് ക്ലാസ്, അതെ, പാട്ടപ്പൂപ്പൻ്റെ അടുത്താണ് പാട്ട് പഠിക്കാൻ പോയത്. അങ്ങനെയായിരുന്നു തുടക്കം ശരിക്കും പറഞ്ഞ കർണാടകയിലേക്കുള്ള. പിന്നെ ആ സമയത്ത് പറഞ്ഞ പോലെ അത്തരം ഭാരങ്ങളൊന്നും തരാതെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പം നമുക്കിത് മറ്റേ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം അങ്ങനത്തേക്ക് ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം കൊണ്ട് പഠിക്കുന്നൊരു സാധനമുണ്ട്. പിന്നെ ഈ അപ്പൂപ്പൻ്റെ ഒരു പ്രത്യേകത, അപ്പൂപ്പൻ എല്ലാ ഇൻസ്ട്രുമെൻസും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഹാർമോണിയം, മൃദംഗം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പം ഫുൾ ടൈം പണിയിലുമായിരിക്കും. അപ്പം ഞാൻ പാട്ട് ക്ലാസ്സിന് മാത്രമല്ല, ഞങ്ങളുടെ അവിടെ ഒരു കടയുണ്ട്, ഞങ്ങളൊരു കന്നടക്കട ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോകുമ്പോൾ ഞാൻ മിക്കവാറും അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ക്ലാസ്. അപ്പം ഞാൻ പാട്ടപ്പൂപ്പിൻ്റെ അടുത്ത് ചെന്നിരിക്കും, ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നത് നോക്കും. തബലയിലൊക്കെ അതിൻ്റെ നടുക്കുള്ള ചോറൊക്കെ ഒരു കറുത്ത സാധനമൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്നു, മൃദംഗം വലിച്ചു കെട്ടുന്നത്, അങ്ങനെ ഒരുപാട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ്മാനും കൂടെ ആയിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്നാണ് ബേസിക്കൊക്കെ പഠിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് കച്ചേരിയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്പലത്തിലൊക്കെ അരങ്ങേറി അങ്ങനത്തെ കച്ചേരിയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം വരെ. അതായിരുന്നു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. ഒബിയസ്ലി സ്കൂളിലും ഇതിലും ഒക്കെ പാടുമായിരുന്നു. പിന്നീട് ശരിക്കും ഒരു 6ാം ക്ലാസ്സിലൊക്കെയാണ് യൂത്ത് ഫെസ്റ്റിവലിലോട്ട് അങ്ങനെയൊക്കെ ഒരു മത്സരത്തിനൊക്കെ അങ്ങനെയൊക്കെ ചേരുന്നത്. ഞാനായിട്ട് അല്ല, എൻ്റെ ഒരു അധ്യാപകൻ, മലയാളം അധ്യാപകൻ ഉണ്ടായിരുന്നു, എലിയാസ് മാഷ്, ഗവൺമെൻറ് സ്കൂളിൽ. അപ്പം ഞാൻ പാഠപുസ്തകം കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് മൂളിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി കേട്ടിട്ടാണ്, എന്നാൽ നിൻ്റെ പേര് ഞാനല്ല, പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് ആദ്യമായിട്ട് അങ്ങനെ ഒരു പാടാൻ ഓരോ ഇതിലേക്ക് കൊടുക്കുന്നത്. അവിടെ നിന്ന് പിന്നെ സ്കൂൾ കഴിയുന്നവർ ഈ പറഞ്ഞ പാട്ടിൻ്റെ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡാൻസിന് എപ്പോഴും ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഒരു ആളെപ്പോഴും കൂടെ വേണം. അച്ഛനമ്മയ്ക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ അത് ഒഴിവാക്കുകയും പാട്ട് മാത്രമായി മാറുകയും ചെയ്ത് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഫുൾ ടൈം അങ്ങനെ ആരും പാമ്പർ ചെയ്യാനൊന്നുമില്ല. ആരെങ്കിലും ഇപ്പോൾ അധ്യാപകരുടെ കൂടെ ആണെങ്കിൽ അധ്യാപകരുടെ കൂടെ പോകും, അല്ലെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു. പിന്നീട് അപ്പോൾ അതിങ്ങനെ കോളേജ് വരെയൊക്കെ തുടർന്നു. അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വയനാട്ടിലാണ് MSW ചെയ്തത്. വയനാട്ടിൽ പോകുമ്പോഴാണ് അവിടെ ഇപ്പം ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയും സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഫീൽഡ് വർക്കായിരിക്കും കൂടുതൽ, ക്ലാസ് റൂമിലുള്ളൊരു സാധനമല്ല. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയായിരിക്കും കൂടുതലും
ആൾക്കാരുടെ അടുത്ത് തന്നെ പോയിട്ടില്ല. അപ്പം അവിടെ നമ്മളിങ്ങനെ പഠനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ആ ഗ്രൂപ്പ് സീനിയർ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് സ്ട്രീറ്റ് പ്ലേസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകൾ കളക്ട് ചെയ്തിട്ട് പാട്ട് പാടുക, അങ്ങനെയായിരുന്നു ശരിക്കും. അങ്ങനെ ഒരു അത്തരത്തിലുള്ളൊരു മ്യൂസിക്കിനെ കുറിച്ചൊരു ധാരണ വരുന്നത്. ഫോക്ക് സോങ് ഒക്കെ അപ്പോഴാണ് കുറച്ചുകൂടെ കാര്യമായിട്ട് അറിയുന്നത്. പിന്നെ അതൊക്കെ പാടി അങ്ങനെ വയനാട് ശരിക്കും പറഞ്ഞാൽ ആ തരത്തിൽ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാര്യത്തിനും അല്ലെങ്കിൽ ഒരു കാലഘട്ടവും ഒപ്പം സംഗീതത്തിനും ഒക്കെ ഒരു വേറൊരു മാനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കൽക്കട്ടയിൽ ഈ പറയുന്ന പഠിക്കാനായിട്ട് അവിടെ എത്തുമ്പോൾ ശരിക്കും കൽക്കട്ടയാണ് വേറൊരു കൈൻഡ് ഓഫ് പെർസെപ്ഷൻ തരുന്നത് മ്യൂസിക്കിലേക്ക്, ഒരു വേൾഡ് കൈൻഡ് ഓഫ് പെർസെപ്ഷൻ തരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് മ്യൂസിക്കിന് ഇത്രയും ഫോംസ് ഉണ്ടെന്നറിയുന്നതും ഇത്രയും ഒരുപാട് മ്യൂസിഷ്യന്മാരുടെ നേരിട്ട് കാണുന്നതും ആസ്വദിക്കുന്നതും. ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സൗണ്ട് പഠിക്കാനാണ് പോകുന്നതെങ്കിലും കുറേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിസിക്സ് പഠിച്ചു, സോഷ്യൽ വർക്ക് പഠിച്ചു, ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു, അത് ഈ സൗണ്ട് പഠിച്ചു. പക്ഷെ ഫൈനലി നമ്മൾ ഫിൽട്ടർ ചെയ്തെത്തി നിൽക്കുന്ന മ്യൂസിക്കിൽ തന്നെയായിരുന്നു. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു പൂർണ്ണ അർത്ഥത്തിൽ എക്സ്പ്രസീവ് ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സാധ്യതകളുണ്ട്, അതിനോടുള്ളൊരു ഇഷ്ടമൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പം എപ്പോഴും തുലനം ചെയ്ത് നിൽക്കുമ്പോൾ എപ്പോഴും അതായിരിക്കും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒന്ന് ആയിട്ട് തോന്നി ബാക്കി എല്ലാത്തിനേക്കാളും. അങ്ങനെയാണ് അതിലോട്ട് വരുന്നത്. അതൊരു മൊത്തത്തിൽ അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ബാൻഡ് രസ എന്ന് പറഞ്ഞൊരു ആശയം തന്നെ നമുക്ക്, രസ എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ ആശയം തന്നെ അങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് ആസ്വദിക്കാനും ബാക്കിയുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതിനൊരു സ്പേസ് കണ്ടെത്തിയതായിരുന്നു ശരിക്കും അങ്ങനെ ഒരു ബാൻഡ്. ചേച്ചി ആരാണ് എന്ന ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാനൊരു മനുഷ്യയാണ്. എന്തിനു വേണ്ടി പാടുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ചേച്ചി കുഞ്ഞുനാളിലോട്ടെ അല്ലെ പോട്ടെ ഒരു നമുക്ക് അറിവ് വെച്ച് തുടങ്ങിയ നാൾ തൊട്ടേ എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ, അതായത് എന്താശയമാണ് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് കൂടുതലും ഇങ്ങനെ തോന്നിയിട്ടുള്ളത്? നിർബന്ധമൊന്നുമില്ല, എപ്പോഴും ആശയം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചിലപ്പം ചില കാര്യങ്ങൾ പറയാനായിട്ട് ഭയങ്കര രസമുള്ള സ്പേസാണ് അതെന്നും തോന്നിയിട്ടുണ്ട്. രണ്ടുമുണ്ട്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇമോഷൻസ്, സ്നേഹം, പല പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പല സാമൂഹിക പ്രശ്നങ്ങളോ, മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസോ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇതോ, അല്ലെങ്കിൽ വേറെ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതോ, എന്തെങ്കിലും ഒരു കോസിന് വേണ്ടിയിട്ടുള്ളതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രഡീഷനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലോ പലതരം ട്രാൻസുകളെ അവതരിപ്പിക്കാനോ പർപ്പസ് ഡിഫറെൻ്റ് ആണ്. അതാ പറഞ്ഞാൽ എക്സ്പ്രസിങ് എൻ നമ്പർ ഓഫ് തിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം. ചിലപ്പം സെൽഫ് ഇതിന് വേണ്ടിയിട്ടും ആവാം. രണ്ട് തരത്തിലുണ്ട്. എപ്പോഴും ചില മനുഷ്യർക്ക് ചിലർ സെൽഫിലോട്ടായിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന പെർഫോം ചെയ്യുമ്പം, ചിലർ ബാക്കിയുള്ളവരിലേക്ക് ട്രാവൽ ചെയ്യും, ചിലർ ഗീവ് ആൻഡ് ടേക്ക് എടുക്കും. പല തരത്തിലായത് കിടക്കുന്നത്. അപ്പം ബേസിക് അങ്ങനെ തന്നെയാണ്. ചേച്ചി ഇപ്പോൾ പാടുന്ന പാട്ടുകളിലെല്ലാം ആൾക്കാരിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഒരു മെസ്സേജ്, ഒരു വാർണിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വാർണിംഗ് എന്ന രീതിയിലോ ഒരു മെസ്സേജ്, ഒരു അഡ്വൈസ് എന്ന രീതിയിലോ കൊടുക്കണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഈ പറയുന്ന ഒരു സോ കോൾഡ് പ്ലേ ബാക്ക് സിംഗറോ അല്ലെങ്കിൽ ഒരു രസ ബാൻഡിൻ്റെ സിംഗറോ ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ കൂട്ടുകാരൊക്കെ അറിയുന്ന ഒരു പാട്ടുകാരിയായിരുന്നു. അപ്പം കൂട്ടുകാരുടെ ഇടയിൽ അപ്പം നമ്മൾ പല കൂട്ടങ്ങളിലും അപ്പം എവിടെയൊക്കെ വച്ച് ഈ മനുഷ്യർ കൂട്ടം കൂടാൻ തുടങ്ങിയതും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പോഷർ വയനാട്ടിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പഠിക്കുന്ന കോഴ്സുമായിട്ടൊക്കെ എല്ലാത്തിനും അതിന് ബന്ധമുണ്ട്. ഇപ്പം മനുഷ്യൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുക, സാധാരണ മനുഷ്യരുടെ അടുത്ത് ഇടപെടാൻ തുടങ്ങുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരുമായിട്ട് സംവദിക്കാൻ പറ്റുക എന്ന് തന്നെ പറയാം എളുപ്പത്തിൽ. അവിടെ നിന്നാണ് ശരിക്കും പിന്നീട് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആ കൈൻഡ് ഓഫ് ലൈക്ക് ഒരുപാട് വർക്ക്ഷോപ്സും ക്ലാസ്സുകളും ആ സമയത്താണ് നമ്മുടെ പ്ലാച്ചിമട ഇഷ്യൂ ഒക്കെ വരുന്നതും. അപ്പം പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നമുക്ക് ഈ അക്കാഡമിക്കലി ആയിട്ട് തന്നെ പല സ്ഥലങ്ങളും പല ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ
ഇതും പലതരം മനുഷ്യരെയും പലതരം ഏജൻസികളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല പല തോട്ട്സ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തകൾ കൊണ്ടുണ്ടായിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വയനാട്ടിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് കനവിലേക്ക് ആദ്യം പോകുന്നത്, കനവെന്ന് പറഞ്ഞ സ്കൂളിലേക്ക്. അവിടെ വെച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ കനവെന്ന് പറയുന്ന സ്കൂൾ എന്താണെന്നും അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല വേറൊരു തരത്തിൽ. അന്ന് അത്ഭുതമാണ് അവർ പഠിക്കുന്ന പഠന രീതി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ അന്ന് അത്ഭുതം തന്നെ. ഇത്തരത്തിലും പഠിക്കാം എന്നുള്ളൊരു ബോധ്യം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ചാത്തി എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് നമ്മളെ കാട് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ചാത്തിയായിരുന്നു. അങ്ങനെ കനവിൽ പിന്നീട് ഒത്തിരി തവണ പോയെങ്കിൽ ആദ്യമായിട്ട് പോയപ്പം കനവിലിങ്ങനെ ആ കനവിൻ്റെ സ്കൂളും ലൈബ്രറിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു സ്ട്രീമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കാടൊക്കെ കണ്ട് കാടിൻ്റെ നടുക്കുള്ളൊരു മൈതാനത്തിൽ നിന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കുക, സംസാരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ചാത്തി നടുവിൽ നിന്നിട്ട് പാടിത്തരുന്ന പാട്ടായിരുന്നു ഇനി വരുന്ന തലമുറയ്ക്ക്. ചാത്തി പാടിയ ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിനു മുമ്പ് എഴുതപ്പെട്ടതായിരിക്കാം, പക്ഷെ ഞാൻ കേൾക്കുന്നത് ചാത്തി പാടിയിട്ട്. അപ്പൊ തന്നെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു അതിന്റെ ഈ പറയുന്ന വരികളും നമ്മൾ നിന്ന് കേട്ട ഒരു ഇതും പഠിക്കുന്ന സാധനവും എല്ലാം ഈ ചുറ്റും അപ്പോഴും കണ്ട് മനസ്സിലാക്കി തുടങ്ങുന്ന സാധനമൊക്കെ അതിനകത്ത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ആ വരികൾ എഴുതി ഇങ്ങനെ പഠിച്ചു തുടങ്ങിയതാ. അത്തരത്തിൽ ഇപ്പം ആ പാട്ടിന്റെ ഒരു ഐഡന്റിറ്റിയിൽ അറിയുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ആ പാട്ടിനെ ഇഷ്ടപ്പെട്ടും പഠിച്ചു തുടങ്ങി. പല സ്ഥലത്തും പാടി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. എനിക്ക് തോന്നുന്നു പാച്ചിമട കൊക്കക്കോള സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനേക്കാൾ എതിരെ അതിനേക്കാൾ ഉപരി അവിടുത്തെ അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെ മലിനീകരിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ ചുറ്റുമുള്ള ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളൊരു സാധനം. അപ്പം അതിൻ്റെ 1000 ദിവസം ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോവുകയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യാപകനും കുറച്ച് കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ അത്തരം ഒരു സമരമുഖങ്ങളിലേക്കൊക്കെ. പക്ഷെ ഇത് താല്പര്യം തോന്നിയിട്ട് ഞങ്ങളും കുറച്ചുപേര് പാലക്കാടേക്ക് പോവാണ്. പാലക്കാട് പോയിട്ട് അവിടെ ഈ സമരപ്പന്തലിൽ നിരന്തരം ഈ മൈലമ്മയും വെളിയോടി വേണുഗോപാലും അങ്ങനെ കുറേ പേര് അന്നത്തെ സമരത്തിലുണ്ടായിരുന്നു. ഇവരിങ്ങനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ട് ഇവർ ചോദിക്കുകയാണ് ഏതെങ്കിലും പാട്ട് പാടിയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ഇതിനെ. അപ്പം അന്ന് നമ്മുടെ ഡോക്യുമെൻ്ററി ഫിലിമൊക്കെ ശരത്തേട്ടനൊക്കെ ഹാൻഡി ക്യാമറ വെച്ച് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് എന്തോ ഒരു ഇതിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാനിത് ഇനി വരുന്ന തലമുറയ്ക്ക് പാടുകയാണ് അവിടെ. ശരിക്കും അതാ ഞാൻ പറഞ്ഞത് എത്രയോ കാലം മുമ്പ് ഒരു പ്രൊട്ടസ്റ്റിന് അത് പാടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും പാടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു കോസിന് വേണ്ടിയിട്ട് നമുക്കത് ഭയങ്കര ആപ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു മൊമെന്റ് അത് തന്നെയായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം തണലു കിട്ടാൻ തപസിലാണിവിടെയെല്ലാം മലകളും, ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. ശരിക്കും നമ്മൾ അറിഞ്ഞിട്ട് പാടുക അല്ലെങ്കിൽ ആ സ്പേസിൽ ചെന്ന് നിന്നിട്ട് അതിന് വേണ്ടിയിട്ട് പാടുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഫീലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു പാട്ടിന് അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഒരു മൊമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആ നിൽപ്പ് സമരത്തിലായിരുന്നു അതിന്റെ കറക്റ്റ് മൊമെന്റ്. കാലം തെറ്റി വന്ന അതുപോലെ 10-22 വർഷം ആ സമയത്ത് 22 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. ബട്ട് എപ്പോഴാണ് അത് ജനങ്ങൾ മൊത്തത്തിൽ ഏറ്റെടുത്തത്? പക്ഷെ ഇത് സെയിം വരികളായിരുന്നു, സെയിം ഇതിൽ പലരും പാടിയിട്ടുണ്ട്. പക്ഷെ ആ മൊമെന്റിൽ ഉണ്ടായിട്ടുള്ള അത് ഇനി ഒരിക്കലും നമ്മൾ മരിച്ചു കിടന്ന് വേറൊരു സാധനം ഉണ്ടാക്കിയാലൊന്നും അത്രയൊന്നും സാധനമൊന്നും വരില്ല. അതൊരു ഒറ്റത്തവണ സംഭവിക്കുന്ന ഒരു സാധ്യതയാണ്. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ, കാറ്റുപോലും
വീപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെയെന്നൻ പിറവിയെന്നാൽ വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇപ്പോൾ പാടിയ പോലെ തന്നെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ചേച്ചി ഫ്യൂച്ചറിനെ നോക്കി കാണുമ്പോൾ ചേച്ചി എന്താ ഭയക്കുന്നത്? അങ്ങനെയൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമോ? ഒറ്റ വാക്കിലാണ്. ഭയമല്ലല്ലോ, അവസ്ഥയല്ലേ, റിയാലിറ്റി അല്ലേ. നാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ നാളെ കുറിച്ച് മാത്രല്ല, ഇന്നത്തെ കുറിച്ച് ആലോചിക്കുമ്പോ പോലും ഇപ്പം ഈ ഭയം മാത്രല്ല, നമ്മളറിയാം എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ചുറ്റും അങ്ങോട്ട് നോക്കുന്നത് എനിക്ക് മാത്രല്ല, ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത് തന്നെയാണ്. അത് ഓരോരുത്തർ ഓരോ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതം നമ്മളെ എങ്ങനെ മാറ്റി, നമ്മുടെ ചുറ്റുപാടിനെ എങ്ങനെ മാറ്റി, പ്രകൃതിയെ എങ്ങനെ മാറ്റി, നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ മാറ്റി. ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാവരും ഇതിനകത്തുള്ളവരെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പർട്ടിക്കുലർ സാധനം മാത്രത്തിനെ ഒന്നും ഭയക്കോ അങ്ങനത്തെ സാധനമല്ല. എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. അപ്പം അറിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുള്ളതാണ്. ജീവിക്കാൻ അനുവദിക്കുക, ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചേച്ചി പാട്ടിൽ കൂടെ ചേച്ചിയുടെ പ്രതിഷേധമാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചേച്ചിയുടെ പാട്ട്, ചേച്ചിയുടെ ശബ്ദം ചേച്ചി അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇപ്പം നടക്കുന്ന ഓരോ വിഷയങ്ങളെടുക്കുക, ഇപ്പം അടുത്ത് കിടന്ന ബ്രഹ്മപുരത്തെ വിഷയം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേച്ചി അതിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താ തോന്നുന്നത്? മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു, കോ എക്സിസ്റ്റ് ചെയ്യുക എന്നൊരു ആ വാക്ക് തന്നെ ആൾക്കാർ മറന്നു. ഞാൻ മാത്രമായിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളും അതിന്റെ ഉപഭോക്താവായിട്ട് മാറിയിട്ടാണ് നിന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള സ്ഥലത്ത് നിന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇപ്പം നിലനിൽക്കുന്ന ഒരു അവസ്ഥേനെ നമുക്ക് മൊത്തത്തിലൊന്നും കണ്ണടച്ച പോലെ മാറ്റാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് എല്ലാ മനുഷ്യരെ പോലും ഞാനും മനസ്സിലാക്കുന്നു. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഈ പറയുന്ന എല്ലാവരെയും അതിനെ ജീവിതത്തിന് വളരെ അപകടമായിട്ടുള്ള രീതിയിൽ വരുത്താതെ എങ്ങനെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാന്നുള്ളത് കൂടെ എല്ലാവരും ഉത്തരവാദിത്തത്തോടെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് ഈ പറയുന്ന ഒരു ബ്രഹ്മപുരം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ മാത്രമല്ലല്ലോ. ഇപ്പൊ ബ്രഹ്മപുരം എന്ന് പറഞ്ഞ ഇഷ്യൂ ഇന്ന് ഇപ്പൊ കത്തിയ സമയത്തല്ല ഉണ്ടായിരുന്നത്. ഒത്തിരി ആളുകളായിട്ട് കൊല്ലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. അത് കത്തി ഈ പറയുന്ന ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ ഇവരാണ് കുറ്റക്കാരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ ചൂടുള്ള ചർച്ചകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പലതും സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഇപ്പം മാത്രം പറയേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങേണ്ട കാര്യമാണ്. ഇപ്പം അതിനകത്ത് ഈ പറഞ്ഞ പല ആൾക്കാരും മിനിസ്റ്റീരിയൽ ലെവലിലുള്ളവരായാലും അല്ലാത്തവരായാലും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ മൊമെന്റിൽ ചില കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണെങ്കിൽ സിസ്റ്റത്തിനകത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ വേറെ തലങ്ങളിലാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് ആദ്യം മുതലേ വരേണ്ട ഒരു സാധനമായിരുന്നു. ഈ ഒരു സാധനം പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ ഉത്തരവാദിത്തം എല്ലാവരും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല പറയേണ്ടത്. കുറച്ചുകൂടെ വേറെ ലെവലിൽ ഇനി എങ്ങനെയാ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മാലിന്യം അല്ലെങ്കിൽ നഗരത്തിന്റെ മാലിന്യം നഗരത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം അതെങ്ങനെയാക്കാം, അതിനെ എങ്ങനെ അവെയറാക്കാം, അതിന് കുഞ്ഞുങ്ങൾ മുതലുള്ളവരെ എങ്ങനെ ഇതാക്കാം എന്നുള്ളൊരു സാധനത്തിൽ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രഹ്മപുരം ഒരു കാര്യം മാത്രം, ഇഷ്ടമാതിരി കാര്യങ്ങളല്ലേ നമ്മൾ ഈ രാജ്യത്തിപ്പം ജീവിച്ചു പോണു എന്നൊക്കെ പറയാനൊക്കെ പറ്റുള്ളൂ. അടുത്ത മൊമെന്റിൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പരിസ്ഥിതിയുടെ കാര്യം മാത്രമൊന്നുമല്ല മനുഷ്യന് ജീവിക്കാതിരിക്കാൻ പറ്റാത്ത. അടുത്ത കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും എന്നത്തിനെങ്കിലും കൊല്ലുവോ എന്ത് ചെയ്യുമോ ഒന്നും പറയാൻ പറ്റാത്തൊരു
എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ തന്നെ സിസ്റ്റമാറ്റിക്കലി ഉണ്ടാക്കി വെച്ച ചില സിസ്റ്റത്തിൽ തന്നെയാണ് മതം, രാഷ്ട്രീയം, നിറം, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മൊറാലിറ്റി, ഒത്തിരി വിഷയങ്ങളുണ്ട് അതിനകത്ത് സംസാരിക്കാനായിട്ട്. അപ്പം എനിക്കറിയില്ല അത് എത്ര ഭാഗത്ത്, കാരണം വെച്ചാൽ അത്രത്തോളം അത് ഭയങ്കര തിക്കായിട്ട് എല്ലാ സ്ഥലത്തും ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരറ്റത്തിന് പലരും ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മൂവ്മെന്റ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒഴുക്കിനെതിരെ ചിലരൊക്കെ ഇങ്ങനെ നീന്താൻ ശ്രമിക്കുന്നു, ചിലർ മുങ്ങിപ്പോകുന്നു, ചിലർ കുറച്ചുകൂടെ നീന്തുന്നു എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ പോവാ. അത് എവിടെ പോകുന്നു യാതൊരു പിടിയില്ല. ചേച്ചി ഒരു ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ രശ്മി സതീഷ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ രശ്മി ചേച്ചിയാ, സൂക്ഷിച്ചൊക്കെ സംസാരിക്കണം, ഒന്ന് നോക്കിയും കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ചെറിയൊരു രശ്മി ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ഭയങ്കര ഒരു സ്ട്രോങ് ലേഡി, അതാണ് രശ്മി ചേച്ചി. പക്ഷേ രശ്മി ചേച്ചി ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ചെന്നപ്പം ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ ആദ്യം പറഞ്ഞ ഒരു വ്യക്തിനെ ഒരു മനുഷ്യനെ അസസ് ചെയ്യുന്ന സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ പേടി അല്ലെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കണം. മനുഷ്യന്മാരെ പിടിച്ചിരുന്ന ആളൊന്നും ശരിക്കും പറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിലതുപോലെ നിൽക്കേണ്ടി വരുന്നൊരു പല അവസ്ഥകൾ. അത് ചിലപ്പം ഞാൻ എന്നെ മെക്കാനിസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിധമാവാം. അത് പലർക്ക് റീഡ് ചെയ്യുന്നത് പല തരത്തിലാവാം. ശരിക്കും എന്നോടും പറഞ്ഞിട്ടുണ്ട് ചില മനുഷ്യർക്ക് ഈ പറയുന്ന പോലെ സംസാരിക്കാൻ പേടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പേടി എന്നുള്ളൊരവസ്ഥയല്ല, നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥകളെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില തരത്തിലുള്ള മെക്കാനിസംസ് നമ്മളിൽ ഉണ്ടാക്കും. അത് ചില സമയത്ത് നമുക്കത് വരും. അത് കണ്ടിട്ട് മനുഷ്യർ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് അവർ പുറത്ത് പറയുന്നത്. അതിപ്പോൾ എല്ലാത്തിനും ഉത്തരവാദിത്വം എടുക്കാൻ എനിക്ക് പറ്റൂല, പക്ഷെ ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിത്വം അങ്ങനെയുള്ള പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാണ്. പിന്നീട് ഈ പറയുന്ന സ്ട്രോങ് എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഇപ്പം സാന്ദ്ര എന്നോട് പറഞ്ഞു ഒരു സ്ട്രോങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതല്ലായിരിക്കും എൻ്റെ സ്ട്രോങ്ങിൻ്റെ ഡെഫിനിഷൻ. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരും സ്ട്രോങ് ആണ്. എപ്പോഴും ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നവർ മാത്രമല്ല സ്ട്രോങ്. ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഗംഭീരമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്ത പല മേഖലയിലുള്ള വീട്ടമ്മമാരോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന സ്ത്രീകളോ സാധാരണ മനുഷ്യരോ ഒരു രോഗത്തിനെ ഫൈറ്റ് ചെയ്യുന്നവരോ അത് ആൺകുട്ടികളോ പെൺകുട്ടികളോ തേർഡ് ജെൻഡേഴ്സോ ആരോ ആവട്ടെ, പലതരത്തിലുള്ള സ്ട്രെങ്താണ് മനുഷ്യന്മാരിലുള്ളത്. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് എന്നുള്ളത്. കാരണം നമ്മൾക്ക് ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്തേ നിവൃത്തിയുള്ളൂ. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ജെൻഡേഴ്സ് ഉണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, തേർഡ് ജെൻഡേഴ്സ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ 3 ജെൻഡേഴ്സും ബാക്കിയുള്ള ജീവിജാലക നേച്ചറും ഒക്കെ ആയിട്ടുള്ളൊരു കോ എക്സിസ്റ്റിംഗ് തന്നെയാണ്. അതിനകത്ത് നമ്മുടെ സിസ്റ്റമായിട്ടും അല്ലെങ്കിൽ തലമുറകളായിട്ടും പലതരത്തിലുള്ള വിശ്വാസങ്ങളായിട്ടും ഒക്കെ വച്ചിരിക്കുന്ന മെക്കാനിസംസിലാണ് നമ്മൾ പറയുന്ന ഈ ഒരു ഇക്വാലിറ്റി പ്രശ്നം കിടക്കുന്നത്. ആ ഇക്വാലിറ്റി പ്രശ്നത്തിനെയാണ് പലതരത്തിൽ ഇപ്പോൾ പല ആൾക്കാരും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫൈനലി എല്ലാ മനുഷ്യരും ഒരുപോലെ ഇവിടെ ജീവിക്കാൻ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളൊരു അവകാശം, മറ്റുള്ളവർ ഉപദ്രവിക്കാണ്ടും ദോഷം വരാത്ത രീതിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നീട് നമുക്ക് ജെൻഡർ പറയേണ്ടി വരില്ല. പക്ഷെ ആ ഇക്വാലിറ്റി ഉണ്ടാവുന്നവരെ നമ്മളത് പറയേണ്ടി വരും ചിലപ്പോൾ. അവിടെയാണ് സാന്ദ്ര ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കാണുന്നത് ശരിക്കും. കാരണം തുറന്ന ഒപ്പീനിയൻ പറയുന്ന സ്ത്രീകളൊരു കാലഘട്ടം മുമ്പ് ഒരു കുറവായിരുന്നു. അല്ലെങ്കിൽ കുറവായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടല്ല, അവർ കണ്ടുവരുന്ന ജീവിതവും അവരെ പഠിപ്പിച്ച ജീവിതവും ഒക്കെ. ഞാൻ ഈയിടെ ഒരു ആക്ട്രസിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അവർ പഴയൊരു ആക്ട്രസ്സാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അവർ ഒരു കുറച്ച് കാലഘട്ടം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു, പിന്നെ അവർ പുറത്ത് പോയി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. അപ്പം അവരുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, അപ്പൊ അന്ന് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അന്ന് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഞാൻ വന്നത് ഒരു ഡിഫറെന്റ് രീതിയിലായിരുന്നു. അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള പല ആൾക്കാരും ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു റെഫറൻസ് കിട്ടിയിരുന്നു, അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ പ്രതികരിക്കുക ഇങ്ങനെ ആയിരിക്കില്ല, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് അല്ല എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അവർ സ്ട്രോങ് ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞു, അവർക്ക് ഇപ്പോൾ ഒരു മകളുണ്ട്. അപ്പൊ മകളോട് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല,
സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് ഡീൽ ചെയ്യണം. അതിൻ്റെ ഈ പറഞ്ഞ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ മോശമാവും അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട എന്നുള്ള. അപ്പോൾ അവിടെയാണ് ആ സ്ത്രീ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ അന്ന് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അവർ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ സാധനം എടുത്ത് അടുത്ത ദിവസം ഹെഡ്ലൈൻ ആക്കാതെ അവരവിടെ നിന്ന് വളർന്നിട്ട് എത്രത്തോളം വന്നിട്ട് അവരവരുടെ മകളുടെ ഒരു സ്ഥാനത്ത് വന്നപ്പോൾ അവർ എത്രത്തോളം വന്നിട്ട് അതിനെ കാര്യം മനസ്സിലാക്കി എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഇന്റർവ്യൂന്ന് പോലും 2 കഷ്ണം എടുത്തിട്ട് എന്ത് തലക്കെട്ടാണോ വരാൻ പോണേന്ന് അറിയില്ല. പക്ഷെ പല സ്ഥലത്തും നമുക്ക് നമ്മുടെ ശബ്ദം കാണാം, നമ്മുടെ പേര് കാണാൻ പറ്റില്ല. ോ